ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാണ് തിങ്കളാഴ്ചയാണ്. എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ. ഇന്ന് ഞങ്ങൾക്ക് സൺഡേ ആണ്. സൺഡേയിലത്തെ വീഡിയോ ആണ് ഈ എടുത്തത് കേട്ടോ. സൺഡേയിൽ എല്ലാ ആഴ്ചയും മീൻ വാങ്ങിക്കാൻ പോകും, അച്ചാറിടും. പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ആഴ്ചയും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല. എന്താ വെച്ചാൽ കുറച്ച് മീനാണ് കിട്ടുള്ളൂ, മീനില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇന്നെന്തോ എനിക്ക് എഴുന്നേറ്റപ്പോൾ അമ്പലത്തിൽ പോകണമെന്നാണ് തോന്നിയത്. പക്ഷെ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത കാരണം ചേട്ടൻ പോയില്ല. പിന്നെ ഞാൻ നടന്നു പോകാനൊന്നും കുറേ വഴിയുണ്ട്, അത്യാവശ്യം വഴിയുണ്ട് അവിടുന്ന് അമ്പലത്തിലേക്കൊക്കെ. അപ്പം ഞാൻ എഴുന്നേറ്റ് കുളിച്ച് ഒന്ന് വിളക്ക് വെച്ച് ഒക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു സമാധാനത്തിന് കുറവൊന്നുമില്ല. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കണേന്ന് തമ്പുരാനോടല്ലാണ്ട് പിന്നെ ആരോടല്ലേ നമ്മൾ പറയുക. അപ്പം അങ്ങനെ എൻ്റെ സങ്കടങ്ങളും സന്തോഷവും ഒക്കെ ഗുരുവായൂരപ്പനോടൊന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ജോലിയിലേക്ക് കയറുകയാണ്. അപ്പോൾ അതാ നമ്മുടെ തലയിലുള്ള കിരീടം എടുത്ത് വെക്കണ്ടേ. അപ്പോൾ അതെടുത്ത് വെച്ചു. എനിക്കത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അത് കാരണം തലയിൽ ഇപ്പോൾ ഇത് ഏറെക്കുറെ എടുത്ത് വയ്ക്കും. പിന്നെ ഹോൾസെയിലായിട്ട് ചേട്ടൻ വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ടുള്ളത് കാരണം കൊണ്ട് അത്ര കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് പണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അടുക്കളപ്പണി കാര്യമായിട്ട് ചെയ്യണില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അച്ചാറിൻ്റെ പണിക്ക് സമയം വളരെ വൈകും. അപ്പോൾ തലേദിവസം സാമ്പാറും അവിയലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും ബാക്കിയുണ്ട്. സാമ്പാർ കുറച്ചുള്ളൂ, അവിയൽ എന്നാലും കുറച്ചുണ്ട്. അപ്പോൾ അത് ഞാൻ രണ്ടും ചൂടാക്കി വെച്ചു. പിന്നെ എനിക്കുള്ള ചായ ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. ചേട്ടനുള്ള ചായയൊന്നും വെച്ചില്ല. ചേട്ടൻ എന്തായാലും വരണ വഴിക്ക് പോണ വഴിക്കൊക്കെ ചായ നന്നായിട്ട് കുടിക്കും. അപ്പോൾ കുറേ ചായ കുടിക്കുമ്പോഴും ആൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കേട്ടോ. ചായ അധികം കുടിച്ചാൽ പിന്നെ പുറത്തുനിന്ന് ചിലപ്പോൾ വല്ല കടിയൊക്കെ കഴിക്കേണ്ടതായിരിക്കും, ഇല്ല എന്ന് പറഞ്ഞാലും. അപ്പം ഞാൻ തലേദിവസത്തെ ചോറും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ചോറാണെന്ന് ഞാൻ കളയില്ല. പിറ്റേ ദിവസം ഒന്ന് കഴുകി തിളപ്പിച്ച് ഊറ്റിയെടുക്കുള്ളൂ കേട്ടോ. റേഷൻ അരി രാഞ്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നല്ല രീതിയായിരുന്നു. അപ്പോൾ അത് കളഞ്ഞില്ല. അപ്പോൾ അതങ്ങനെ തിളപ്പിക്കാൻ വെച്ചു. ഞാൻ ചായ വയ്ക്കണ എൻ്റെ പാലില്ലാത്ത പാത്രം എന്തോ കാണാനില്ല. പിന്നെ നോക്കിയപ്പോൾ അത് ഫ്രീസറിൽ പാല് കട്ടയാക്കിയത് ആ പാത്രത്തിലാക്കിയിട്ടാണ് ഫ്രീസറിൽ ഇരിപ്പുള്ളത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഷേക്ക് അടിക്കാനുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ചില നേരത്തെ എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയത്, ചിലപ്പോൾ ഷേക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ കപ്പലണ്ടിയും ബൂസ്റ്റും പഴവും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് അങ്ങോട്ട് അടിച്ചാൽ മതിയല്ലോ. ഐസ്ക്രീമൊന്നും ഇടണ്ട, പഞ്ചസാര അധികം ഇടണ്ട. ചെറുപഴം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് മധുരം കിട്ടും. എനിക്കെന്ന് വെച്ചാൽ മധുരം അധികം ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അത് കുഴപ്പമില്ല. അപ്പോൾ അത് മേടിച്ചു. അപ്പോൾ ആ പാല് കട്ടയ്ക്ക് അപ്പോൾ സൂടിനായാലും ആയത്തിനായാലും ചില നേരത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്ന് പറയാൻ വെച്ചാൽ ഇത് അടിച്ചു കൊടുത്താൽ അവർക്ക് സമാധാനമായി കേട്ടോ. അപ്പോൾ അങ്ങനെ പാല് കട്ടയ്ക്കാനായി ഇപ്പോഴും ഞാൻ ഫ്രീസറിൽ കുറച്ച് വെക്കും. പിന്നെ എനിക്ക് പിന്നെ ചില നേരത്തെ ഇങ്ങനെ അധികം പണിയാകുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടം തോന്നില്ല കേട്ടോ. അപ്പോൾ പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയത് പറ്റാറുണ്ട്. ഇപ്പം എനിക്കതെന്തോ പറ്റണില്ല. കുറച്ച് നാളൊരു സാധനം കഴിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇഷ്ടപ്പെടാറില്ല കേട്ടോ. പിന്നെ അത് കുറച്ച് നാൾ കഴിക്കാണ്ടിരിക്കുമ്പോഴാണ് അതിനോടുള്ള ഇഷ്ടം വരിക. അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബിലൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടെങ്കിൽ ഇങ്ങനെ റാഗിപ്പൊടി കുറുക്കി കഴിക്കാനായിട്ട് കേട്ടോ, ഒരു ഗ്ലാസ് വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ക്ഷീണം കുറവുണ്ട്, അതൊരു സത്യമാണ്. ഞാനൊരു 3-4 ദിവസമായി ഇപ്പോൾ കുടിക്കണം. ഒരു തുണ്ട് ശർക്കര നീര് ഒഴിക്കും. എന്താ വെച്ചാൽ ഉപ്പിടുമ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ മധുരമൊന്നും ഉണ്ടാവില്ല, എന്നാലും അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തുണ്ട് ശർക്കര നീരൊഴിച്ച് ആദ്യം തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പത്തേക്ക് വെച്ച്, പിന്നെ പെട്ടെന്ന് തന്നെ ആവുമല്ലോ. അപ്പം ഞാൻ വലിയ അടുപ്പ് ഇതാണ് കേട്ടോ, അത് കാരണം ഇങ്ങോട്ട് ചോറ് വെച്ചത്. ഇത് രാവിലെയാണ് ശബ്ദം കൊടുക്കുന്നത്. അപ്പോൾ ശബ്ദത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. സൺഡേയിൽ ഈ അച്ചാറ് പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, വേഗം കിടന്നുറങ്ങി ഞാൻ. അപ്പോൾ അതാ തലേദിവസം ഞാൻ നാരങ്ങ വാട്ടി കുറേ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊന്നും അരിഞ്ഞു വെക്കാൻ എനിക്ക് പറ്റാണ്ടായി, ഉറക്കം തീരെ വയ്യാണ്ടായപ്പോൾ ഞാൻ പിന്നെ പോയി അതൊക്കെ ഉടച്ച് വേഗം പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ അരിയാനായിട്ടിരുന്നു. തലേദിവസം കുറേ നേരം ഇരുന്നിട്ട് ഉറക്കം വരുന്ന നേരത്തെ ഇന്ന് കഴിയാത്തത് രാവിലെ ആയപ്പോൾ നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിലേക്കുള്ള പച്ചമുളകാണ്. ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് അച്ചാറിൽ ഉപയോഗിക്കുക. മറ്റേ മുളക് പൊടി ഭയങ്കര കുത്തലുണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഞാനപ്പോൾ അത് ഉപയോഗിച്ചില്ല കേട്ടോ. പിന്നെ അപ്പോൾ എരിവെന്തായാലും വേണമല്ലോ, എരിവിന് വേണ്ടി പച്ചമുളകാണ് വാങ്ങിക്കണം. പച്ചമുളകിന് വലിയ എരിവൊന്നുമില്ല, പക്ഷെ നമ്മുടെ വീട്ടിലെ ഇത്തിരി കുഞ്ഞം പച്ചമുളക് അടിപൊളി എരിവാണ് കേട്ടോ. അത് അരിയാൻ തന്നെ പറ്റില്ല, കണ്ണിലേക്കൊക്കെ അങ്ങോട്ട് എരിവ് ഇങ്ങനെ വരും കേട്ടോ. ഞാൻ എന്നിട്ട് ലാസ്റ്റ് കണ്ണട വെച്ചിട്ടാണ് ആ പച്ചമുളക് എരിഞ്ഞത്. ലാസ്റ്റ് ഞാനത് ചോപ്പറിട്ടാണ് അരിഞ്ഞിട്ട് അങ്ങോട്ട് ചേർത്തു. ചോപ്പറിലാകുമ്പോൾ ഇത്തിരി കൂടുതൽ ചെറുതാവും, അത് കാരണം കൊണ്ട് അതത്ര നല്ലതല്ല. പക്ഷേ കുറച്ച് പച്ചമുളക് അങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് അച്ചാറിട്ടു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി നടക്കില്ല, അത് കാരണം ആ വീഡിയോ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇതാ ഒരു 3 മണി 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് തീർന്നു. അപ്പം ഞാൻ ചേട്ടനും കൂടി ഒരു അടി നടന്നു. ഞാൻ കാരണം ഗ്യാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സമ്മതിക്കും.
അങ്ങനെ അത് കഴിഞ്ഞ് ആൾ ഗ്യാസ് എടുക്കാനൊക്കെ പോയി. ഞാൻ അപ്പോൾ ആ സമയത്ത് വേഗം ചിക്കൻ വെച്ചാൽ വിശന്നു 3:30 ആയില്ലോ. രാവിലത്തെ ഭക്ഷണം കൊണ്ട് അതൊക്കെ അവസാനിച്ചു തലേദിവസത്തെയൊക്കെ. പിന്നെ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടപ്പോൾ അത് വേഗം മുറ്റത്തിട്ട് വെച്ചു. വിറക് നല്ല ഉണങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം തീയൊന്നും കത്താനായിട്ടോ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം വേഗം അത് വെച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഒരു 5-10 പൊറോട്ടയും കൂടി ചേട്ടൻ മേടിച്ചു കൊണ്ടു. പൊറോട്ടയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, വേഗം വിശപ്പ് മാറുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ പൊറോട്ട വാങ്ങിക്കുന്നത് കേട്ടോ. ദോശയാകുമ്പോൾ നമുക്ക് അത്ര പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടുവരുന്ന ദോശ എനിക്ക് ഇഷ്ടമില്ല. എന്താ വെച്ചാൽ തണുപ്പാണ്. നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷേ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അത് ഭയങ്കര അസ്വസ്ഥതയാണ്. പിന്നെ ഇഡ്ഡലിയൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റിലൊന്നും നല്ല ഇഡ്ഡലിയൊന്നും പരമാവധി ഹോട്ടലുകളിൽ നിന്ന് കിട്ടാറില്ല. സോഡാപ്പൊടി ഇട്ട് പൊന്തിച്ച ഇഡ്ഡലിയാണ്, അതെനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഭേദം പൊറോട്ടയാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ പൊറോട്ട വാങ്ങിക്കണത്. അപ്പോൾ അങ്ങനെ പൊറോട്ട എടുത്ത് അവിടെ നിന്ന് കഴിക്കുകയാണ്. 2 കഴിക്കാൻ വെച്ചിട്ട് വലിയ കാര്യത്തിൽ ഞാൻ എല്ലാതും എടുത്തു. പക്ഷെ ഒരെണ്ണം കഴിച്ചപ്പോഴേക്കും എനിക്കത് പറ്റാണ്ടായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ അതിനിടയ്ക്ക് ആദ്യത്തെ എനിക്ക് അപ്പോൾ ഷേക്ക് അടിച്ച് കൊണ്ടു തന്നു. ആദ്യം ഷേക്ക് അടിച്ച് കുടിച്ചു, അപ്പോൾ എനിക്കും കുറച്ച് കൊണ്ടു തന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ മുറ്റത്തിരുന്ന് തന്നെ ചിക്കൻ കറിയും ഇത് കൂട്ടി ഞങ്ങളത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ചോറും കൂടി അടപ്പത്തിട്ടു. ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും കൂടി അടപ്പത്തിട്ടു. ഏതായാലും തീ കത്തല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അച്ചാറ് പരിപാടി പിന്നെ ഗ്യാസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി വെക്കലും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഇനിയുള്ള പണിയാണ് മെയിൻ പണി കേട്ടോ. ക്ലീനിങ്ങാണ് ഇനിയുള്ളത്. അതിനിടയ്ക്ക് ചേട്ടനെന്താ ചൊറുക്കയിൽ മുളകിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഏതോ കൂട്ടുകാരങ്ങനെ പറഞ്ഞത് അച്ചാറുകൾ ഇത്രയും തയ്യാറായിട്ടുണ്ട്, ഇതൊക്കെ ഇനി നമുക്ക് ഭരണങ്ങളിലേക്ക് ആക്കണം. അപ്പോൾ ഉപ്പൊക്കെ തിരിച്ച് പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഉപ്പും പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി അതൊക്കെ കുറവ് തോന്നി എനിക്ക്. അപ്പോൾ അത് വീണ്ടും ഞാൻ ഇട്ടിട്ടാണ് പിന്നെ പകർത്തി വെച്ചത്. പകർത്തി ഇപ്പോൾ ആദ്യത്തിനോട് ഒരു ഷോട്ട് എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഷോട്ട് എടുക്കാൻ വന്നതാണ് കേട്ടോ. ചില ആംഗിളിൽ ചിലപ്പോൾ അതിൻ്റെ വെളിച്ചം അത്ര ശരിയാവില്ല, അതുകൊണ്ടാണ് കേട്ടോ ആ കളർ അങ്ങനെ വരുന്നത്. പിന്നെ അത് ഭരണിയിലേക്കൊക്കെ ഇട്ട് അത് പകർത്തുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം കേട്ടോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് ആ ഭരണിയിലേക്ക് പകർത്തുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ആ ഒരു ഭംഗിയും ആ ഒരു സന്തോഷം അതാണ്. ഇത്രയും നേരം പണിയെടുത്തതിൻ്റെ എല്ലാ വിഷമങ്ങളും ആ ഒരു നേരത്തെ എനിക്ക് തീർന്നു കിട്ടും. അങ്ങനെ അതൊക്കെ പകർത്തി 3-4-5 ഭരണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പകർത്തി അതിൻ്റെ വായൊക്കെ വൃത്തിയാക്കി അടച്ച് വെള്ളത്തുണി വെച്ച് മൂടിക്കെട്ടു കേട്ടോ. ഇനി അത് ഈ നാരങ്ങച്ചാറ് മിനിമം 2 ആഴ്ച കഴിയണം. പക്ഷേ ഫിഷ് അച്ചാറ് വേണമെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ അത്യാവശ്യം ഓർഡർ തന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മീനൊക്കെ കിട്ടിയുള്ളൂ, 4-5 കിലോ മീനച്ചാറ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് പടപടാൻ തന്നെ തീരും. അപ്പോൾ അതൊരു വിഷമം ഈ ആഴ്ചയിലായി. പക്ഷേ നാരങ്ങാച്ചാറ് കൂടുതലിട്ട് വയ്ക്കാൻ പറ്റി. പിന്നെ തണുത്ത വെള്ളം കുറച്ചധികം അങ്ങോട്ട് കുടിച്ചു. പിന്നെ ചിക്കൻ കറി ഞാനൊരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് പകർത്തി ആ ഉരുളി മുറ്റത്ത് കൊണ്ടിട്ട്. വലിയ പാത്രങ്ങളൊക്കെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ചേട്ടൻ കഴുകി തരും. ചെറിയ പാത്രങ്ങളൊക്കെ ഞാനിവിടെ കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അടുക്കള ക്ലീനിങ് ഒരു പണി തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് മീനിൻ്റെ മുള്ളുള്ള ഭാഗം അതുപോലെ തലഭാഗം വാലുഭാഗമൊക്കെ നമ്മൾ അച്ചാറിലിടില്ലല്ലോ, അത് വെച്ചൊരു മീൻ കറി വെക്കാമെന്ന് വെച്ചു. എല്ലാ ആഴ്ചയും വറ്റിച്ചെടുക്കാറ് പതിവ്. അപ്പോൾ ശ്രീകുട്ടൻ തീരെ കഴിക്കണില്ല വറ്റിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് നാളികേരം അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല സാധാരണ മീൻ കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് വെച്ചേക്കാണ് കേട്ടോ ചട്ടി. അപ്പോൾ അതോടുകൂടി ചട്ടിയും കൂടി എടുത്തുകൊണ്ട് വെച്ചതാണ്. പിന്നെ എനിക്ക് പാത്രം കഴുകുന്ന കലാപരിപാടി തുടങ്ങാം. അത്യാവശ്യം വലിയ പാത്രങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത്രയും വലിയ പാത്രങ്ങൾ മാത്രമാണ്, വലിയ വട്ടയും കാര്യങ്ങളും ഉരുളിയൊക്കെയാണ് അപ്പുറത്ത് കൊണ്ടിട്ടുള്ളത്. കറ ശബ്ദമാണ് അല്ലേ എൻ്റെ ഈ രാവിലെ വോയിസ് കൊടുക്കുമ്പോൾ. ഞാൻ ഇടയ്ക്ക് കേട്ട് നോക്കുമ്പോഴാണ് എനിക്ക് അത്ര മനസ്സിലാവണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഫോണിങ്ങനെ പൊന്തിച്ച് പിടിച്ച് അങ്ങനെ ശബ്ദം കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാവും കഴുത്തിങ്ങനെ ഒന്ന് പൊന്തിച്ച് പിടിച്ച് ചെയ്യണോണ്ട്. മൈക്കൊക്കെ വാങ്ങിക്കണം, ശരിയാവുമെന്ന് വിചാരിക്കുക. നമുക്ക് ഏറ്റവും അത്യാവശ്യം ശരിക്കും പറയാന്ന് വെച്ചാൽ പാത്രം കഴുകണം മെഷീനും ഒരു വർക്ക് ഏരിയയാണ് കേട്ടോ ഇതിന് വേണ്ടി അത്യാവശ്യം. ഇപ്പോഴൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല, എന്നാലും നടക്കുമായിരിക്കാം. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചോ അത് നടക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മോശം വിചാരിച്ചാൽ മോശം നടക്കുന്നു, നല്ലത് വിചാരിച്ചാൽ നല്ലത് നടക്കുന്നതാണ് പറയാം. നമ്മുടെ മനസ്സ് എന്താ ആഗ്രഹിക്കണോ അത് നമുക്ക് ദൈവം തരും. അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സംഭവം ഒരു തിരിയണത് തന്നെ നമ്മൾ ഏത് ഡയറക്ഷനിലാണെന്ന് നമ്മൾ വിചാരിച്ചാൽ ആ ഡയറക്ഷനാണ് നമുക്ക് തോന്നുകയെന്നാണ് എൻ്റെ ശ്രീകുട്ടൻ പറയുന്നത് കേട്ടോ. ശ്രീകുട്ടൻ പറയുന്നതല്ല, അതാണ് അതിൻ്റെ ശരി. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇതാ കൊണ്ടുവച്ചു. ആദ്യത്തേന് എനിക്ക് നാളികേരം ചെരുക്കി തരാൻ വന്നത്. ആദ്യത്തിൻ്റെ ക്ഷീണമൊന്നും പറയണ്ട കേട്ടോ, ഫുഡ് കഴിക്കുകയില്ല ചക്കൻ.
അങ്ങനെ അതിനിടയ്ക്ക് നാളികേരം കുറേ നേരത്തെ വെട്ടി, പക്ഷേ അതിനങ്ങോട്ട് വിടർത്തിയെടുക്കാൻ അറിയണില്ല. ലാസ്റ്റ് ഞാനത് വിടർത്തി കൊടുത്തു. പിന്നെ അവർ രണ്ടുപേരോട് കൂടി ആ നാളികേരം വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ തന്നെ ആദിത്യൻ അത് മലർത്തി വെച്ചിട്ട്, അപ്പോൾ ഞാൻ വേഗം അത് കമഴ്ത്തി വെച്ചു. അപ്പോഴേക്കും ആദിത്യൻ പറഞ്ഞു, അമ്മേരെ ഓരോ അന്ധവിശ്വാസങ്ങളാണ് അതൊക്കെ എന്ന് പറഞ്ഞ്. എന്തെങ്കിലും ആവട്ടെ, ശരിയായിരിക്കാം, ചിലപ്പോൾ അന്ധവിശ്വാസമായിരിക്കാം. പക്ഷെ നമ്മളിങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു വിഷമം. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട. അത് കാരണം നാളികേരം മലർത്തി വയ്ക്കുക എന്നുള്ളത് വേണ്ട വെച്ച് ഞാൻ ഓടി ഒന്ന് കമഴ്ത്തി വെച്ച്. പിന്നെ എനിക്കിനി ക്ലീനിങ് ആണ്. ചേട്ടൻ്റെ ഗ്യാസ് കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്യേണ്ട. അച്ഛനും മോനും ഗ്യാസ് എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. നമുക്ക് പോയി എടുക്കണം, ഇവിടേക്ക് അങ്ങോട്ട് വരില്ല, കുട്ടല്ലൂർ വരെ കണ്ട നമ്മുടെ ഗ്യാസിൻ്റെ ഇതുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടാണ്, അത് കാരണം കൊണ്ട് ആളങ്ങനെ വിളിച്ച് പറയുമ്പോഴൊക്കെ 2 ദിവസം മുന്നൊക്കെ ബുക്ക് ചെയ്യും, ഏകദേശം കഴിയാറാവുമ്പോൾ അങ്ങനെ കേട്ടോ. അത് കഴിഞ്ഞതാ. പിന്നെ ഞാൻ മീനൊന്ന് കഴുകിയിട്ട് വാഷ് ബേസിന് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു. മീൻ കഴുകി വെച്ചതാണ്, എന്നാൽ കൂടി നമുക്ക് കറി വയ്ക്കുമ്പോൾ പിന്നെ തലഭാഗം അതിലുണ്ടല്ലോ, അത് കാരണം എത്ര കഴുകിയാലും നമുക്ക് വൃത്തിയാവണ പോലെ തോന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ കുറേ പ്രാവശ്യം കഴുകും കേട്ടോ. മീൻ ശരിക്കും പറഞ്ഞാൽ 7 പ്രാവശ്യം കഴുകുന്നതാണ് ഒരു പറയുക. ശ്രീകുട്ടൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് 2 കഷ്ണം ചിക്കനൊക്കെ എടുത്ത് കഴിക്കും. ആദ്യത്തെ വെക്കുമ്പോൾ 2 പീസ് കഴിച്ചതല്ലാണ്ട് പിന്നെ കഴിച്ചിട്ടേ ഞാൻ കണ്ടില്ല കേട്ടോ ചിക്കൻ അതിൻ്റെ ശരീരത്തിൽ. അതിനങ്ങനെ ഫുഡ് മീനെച്ചാൽ കഴിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഛർദി വന്ന കാരണം മീനുമ്മയ്ക്കും ഇപ്പം നോട്ടം ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ ആകെ ഷെയ്ക്ക് മാത്രമാണ് ആകെ കഴിക്കണത്. പിന്നെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് അതും കഴുകി വെച്ചു. അതിനൊക്കെ വേറെ സ്ക്രബ്ബർ വയ്ക്കും കേട്ടോ. ഞാൻ നല്ല തേച്ച് കഴുകിയാലോ. നമ്മുടെ അടുക്കളയിൽ വേസ്റ്റിൻ്റെ അതിൽ ആ പാത്രം ഇരിക്കുമ്പോൾ അതും നല്ല വൃത്തിയിലിരിക്കണ്ടേ. അപ്പോൾ അതും തേച്ച് കഴുകി വെച്ചു. അങ്ങനെ നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. ശ്രീകുട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചിക്കൻ കഴിക്കലും വെള്ളം കുടിക്കലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടൻ വന്നും കണ്ടിട്ട് പുറത്തത്തെ പാത്രങ്ങൾ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ പാത്രം കഴുകുന്നത് പിടിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ ചെയ്യണതൊക്കെ പിടിക്കണ്ടേ അല്ലേ, വലിയ പാത്രങ്ങളല്ലേ, ഇപ്പോൾ സാരില്ലേ പോട്ടെ. അപ്പോൾ അതാ മീൻകറി നാളികേരം അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയിൽ ഇത്തിരി എരിവ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇത്തിരി തൈര് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ തക്കാളി മേടിച്ചു കൊണ്ടു. അപ്പോൾ ഒരു 2 തക്കാളി അങ്ങോട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ട് വരട്ടി എടുക്കാൻ വെച്ചതാണ് കേട്ടോ. മീൻകറി അങ്ങനെ ഞാൻ വലിയ അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. ചെറിയ അടുപ്പിൽ വയ്ക്കുമ്പോൾ കുറേ സമയമാണ്. അപ്പോൾ ഞാനത് വേഗം ചെറിയ അടുപ്പിൽ വെച്ച് അങ്ങനെ വേഗം നന്നായിട്ട് തിളപ്പിച്ച് പിന്നെ മുകളിലടുപ്പിലേക്ക് ചെറുതായിട്ട് ചിക്കൻ ഈ ഒരു പരുവാക്കി പിറ്റേ ദിവസം എടുത്തു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ വീഡിയോ എടുത്ത പിറ്റേ ദിവസം രാവിലെ ഈ എഡിറ്റ് ചെയ്യണത്. പിന്നെ അടുക്കള തേച്ച് കഴുകേണ്ടതൊരു മഹാസംഭവമാണ്. അത് വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തെ അടുക്കളയ്ക്ക് കയറാൻ നമുക്കൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ തീരെ വൈകി ഞാൻ അവിടെ ഇട്ടിട്ട് കിടക്കാറുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്തില്ല. ചെയ്യുന്ന പിറ്റേ ദിവസം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണം. പിന്നെ പിറ്റേ ദിവസം ഒന്നും എനിക്ക് റിലാക്സ് ചെയ്യണം തോന്നി. അടുക്കള വൃത്തിയില്ലെങ്കിൽ എനിക്ക് റിലാക്സ് ആവില്ല. ബാക്കിയുള്ള സ്ഥലം അത്ര വൃത്തികേടായി കിടന്നാലും എനിക്ക് അത്ര കുഴപ്പമില്ല. അടുക്കള വൃത്തികേടായി കിടന്നാൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എനിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് അടുക്കള നല്ല ക്ലീനാക്കി ഇടും വേഗം തന്നെ. അപ്പോൾ അതാ ചേട്ടൻ ചൊറുക്കയിൽ മുളക് എങ്ങനെ ഇടുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് പ്രകാരമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച കൊടുക്കണം. ഏതായാലും നമ്മൾ അച്ചാറൊക്കെ ചെയ്യണ്ടല്ലേ. അപ്പോൾ മുളക് ചൊറുക്കയിലിട്ട് കൊടുക്കാൻ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അത് റെഡിയാക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അതുപോലെ ഉണക്കമീൻ അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്താ പറയുക, നമ്മൾ വില ചോദിക്കാനൊക്കെ പോയപ്പോൾ, വില ചോദിക്കാനല്ല ഐറ്റം നോക്കാൻ പോയപ്പോൾ അത് ചുവപ്പ് കളറുള്ളതാണ് 2 പ്രാവശ്യം പോയിട്ടും കണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ ചുവപ്പ് കളറുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ചെന്നൈക്കൊക്കെ അയച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും അത് ചിലപ്പോൾ കേടായി പോകും. അപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു സംഭവം വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ തുടക്കലും അടിക്കലും അങ്ങനെ കഴിഞ്ഞ് ആ വാതിലങ്ങോട്ട് അടയ്ക്കുമ്പോഴത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പൂച്ചക്കുട്ട അവിടെ വന്നിരുന്നായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഓരോ പൂച്ചകളൊക്കെ വരും. ഞാൻ മുറ്റത്ത് ഇത്തിരി ചോറിട്ട് കൊടുക്കും. എനിക്ക് എന്താവും അവർ വന്നിരുന്ന് വിളിക്കുമ്പോൾ ചോറിട്ട് കൊടുത്തില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. അകത്തേക്കൊന്നും കയറ്റലോ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാലും വന്ന് വിളിക്കുമ്പോൾ ഞാൻ ചോറിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ അവർക്കും ഒരു സമാധാനം. ചിലപ്പോൾ എവിടെ നിന്നും ഭക്ഷണം കിട്ടാണ്ടാവുമ്പോഴാവും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അത് കാരണം കൊണ്ട് 2 പൂച്ച വരുന്നുണ്ട്. അതുപോലെ ചിക്കൻ്റെ അതൊക്കെ ആ കാട്ടിലേക്ക് എറിയാണ്ട് ഞാൻ അവിടെ ഒരു ഇലയിൽ ഇട്ടിട്ട് അവിടെ വെക്കും കേട്ടോ. അപ്പോൾ അവർ വന്ന് കഴിച്ചോളും. കുറേ കാക്കകളും ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ട് എൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് കാത്തിരിക്കുന്നവർ. ഇന്ന നേരത്തെ ഞാൻ ഇന്നത് അവിടെ കൊണ്ടുവയ്ക്കുന്ന അവർക്ക് അറിയണ പോലെ ആ കാക്കകൾക്കൊക്കെ എന്തൊരു ബുദ്ധിയായി കാക്കകൾക്കൊക്കെ എന്നറിയോ. അപ്പോൾ ഇത് ഒന്ന് ഡൽഹിയിലേക്ക് അയക്കാനും ഒന്ന് ബാംഗ്ലൂർക്ക് അയക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ നല്ല സമയമെടുത്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം കിച്ചൺ അപ്ഡേറ്റ്സ് ബൈ ജിഷ എന്ന് തന്നെയാണ്. അതിന് ഓരോ വാക്കിൻ്റെ ഇടയിലും നമ്മുടെ ഒരു ഹൈഫണും കൂടി ഉണ്ടാവും. അപ്പോൾ ഓക്കെ ബൈ.